السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. റൗളത്തുൽ ഇൽമിലെ ബഹുമാനരായ സഹോദരങ്ങളെ, അല്ലഫൽ അലിഫ് അർത്ഥവും വ്യാഖ്യാനവും പാർട്ട് 13. ശിൽ ശരീഅതം വലാ തഫ്ശൽ ഇദി ശരീഅതു ശിർഅതു ശഫീഇ അൻഫു ആദികൽ അഫ്ശാല ശാൽ لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. സിൽ, നീ ഉയർത്തിക്കോ, ആഖിറത്തിനെ തേടുന്ന അള്ളാഹുവിൻ്റെ വഴിയിൽ പ്രവേശിക്കുന്ന മനുഷ്യ, നീ ഉയർത്തിക്കോ അശ്ശരീഅത്ത, ശരീഅത്താകുന്ന ഈ കെട്ടിടത്തെ, എല്ലാ കൽപ്പനകളെയും കൊണ്ടുവന്ന് എല്ലാ വിരോധനകളെയും വെടിഞ്ഞ് മാറി നിന്ന് ശരീഅത്താകുന്ന ഈ കെട്ടിടത്തെ നീ ഉയർത്തിക്കോ. വലാ തഫ്ശൽ, നീ പേടിത്തൊണ്ടനാവണ്ട, മടിയനാവണ്ട, നിന്റെ ഹൃദയം ശേഷി കുറഞ്ഞവനാകരുത്, ധീരത ഇല്ലാത്തവനാകരുത്. ശരീഅത്തിൻ്റെ ഹുക്കുമുകളുടെ അരികിൽ, ശരീഅത്തിൻ്റെ ഹുക്കുമുകളെ സമീപിക്കുന്ന വിഷയത്തിൽ നിന്റെ ഹൃദയം ശേഷി കുറഞ്ഞതാകരുത്, ധീരത ഇല്ലാത്തവനാകരുത്. ശരീഅത്തിൻ്റെ നിയമങ്ങൾ അതെത്ര കടുത്തതാണെങ്കിലും അതിലെ ഇളവുകൾ തേടിപ്പോകാതെ ആ വിധികളെ, യഥാർത്ഥത്തിൽ കഠിനമാണെന്ന് തോന്നാമെങ്കിലും ആ വിധികളെ നീ സ്വീകരിക്കുകയും പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. ഈ റുഖ്സകളെ തേടിപ്പോകരുത്, ഇളവുകളെ തേടിപ്പോകരുത്. കാരണം ഇത് ശരീഅത്തു, ശരീഅത്ത് എന്ന് പറയുന്നത് ശിർഅത്തു ശഫീഇ, ശുപാർശ ചെയ്യുന്ന, ആഖിറത്തിൽ നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനാണ്, അവിടുന്ന് കൊണ്ടുവന്ന നിയമമാണ്, അവിടുന്ന് കൊണ്ടുവന്ന മതമാണ്. അൻഫു ആദിക്കൽ അഫ്ശാല ശാൽ, എങ്ങനെയുള്ള ഷഫീആയ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ശാല, ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീക്കം ചെയ്തിരിക്കുന്നു, വിദൂരമാക്കിയിരിക്കുന്നു അൽ അഫ്ശാല, പരാജയത്തെ. അൻഫു ആദിക്ക, നിന്റെ ഹൃദയത്തിനെ തൊട്ടും നിന്റെ ബുദ്ധിയെ തൊട്ടും പരാജയത്തെയും പോരായ്മകളെയും ഒക്കെ ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രവാചകരാണ്. ശിൽ എന്നുള്ളത് ശാല യശീലു എന്ന ഫീലിൻ്റെ അമ്രാണ്. ശാല യശീലു, അംറ് ഫീല്, ളമീർ ഫായില്. ശരീഅത്തൻ എന്നുള്ളത് മഫ്ഊലാണ്. വലാ തഫ്ശൽ എന്ന് പറയുന്ന വാവ് ആത്തിഫ്, ലാ നഹിയിൻ്റെ ലായാണ്. ലാ തഫ്ശൽ എന്നുള്ളത് ഫീല്, ളമീർ ഫായില്, മജ്സൂമാണ്, നഹീൻ്റെ ലാ കൊണ്ട് ജസ്മിയപ്പെട്ടതാണ്. ഈ ഫീൽ ഫാല് കൂടിയ ജുംല മഅ്തൂഫാണ് ഷിൽ എന്ന ആ ജുംലൻ്റെ മേൽ.
ഇതിശ്ശരീഅത്തു എന്ന് പറയുന്ന ഇത് ഇവിടെ ഇല്ലത്താണ്. ഇല്ലത്ത് വലാ തഫ്സൽ എന്ന് പറഞ്ഞല്ലോ, അതിനെ ഇല്ലത്ത്. കാരണം ശരീഅത്ത്, അശ്ശരീഅത്തു എന്നുള്ള മൂത്തയാണ് തർക്കീബ്. ശിർഅത്തു ശഫീഇ എന്ന ശിർഅത്തു ഖബറാണ്. അശ്ശഫീഇ മുളാഫുൻ ഇലൈഹിയാണ്. അതോടൊപ്പം ഇതിൻ്റെ അവിടെ ഒരു മൗസൂഫ് തഖ്ദീർ ചെയ്യണം. ശിർഅത്തു നബിയ്യി ശഫീഇ എന്ന് അവിടെ സങ്കല്പിക്കണം. ശിർഅത്തു നബിയ്യി ശഫീഇ. ശിർഅത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഷീനിന് കസറ് കൊണ്ട് ദീന്, ശരീഅത്ത്, മില്ലത്ത് എന്നൊക്കെയാണ് ഇവിടെ ഉദ്ദേശം. ഷഫീഇ എന്നുള്ളത് ഇസ്മു ഫായിലിന്റെ മാനാക്ക് ഷാഫിഇ അങ്ങനെ വെക്കാം. അതല്ലെങ്കിൽ ഇസ്മു മഫ്ഊൽ ഷഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നവർ, മുശഫഅ അങ്ങനെയും വെക്കാം. അപ്പൊ ഷഫാഅത്തിനെ സ്വീകരിക്കപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനാണ്. അൻ ഫുആദിക അനഫ് ജാർ. ഫുആദി എന്നുള്ളത് മജ്റൂർ മുളാഫ് ക മുളാഫുൻ ഇലൈഹി. അതിന്റെ മുതഅല്ലിഖ് ശേഷം പറയുന്ന ശാല എന്നാണ്. അൽ അഫ്ശാല എന്നുള്ളത് മഫ്ഊലാണ്. തർക്കീബ് മഫ്ഊൽ മുഖദ്ദമാണ്. ശാല എന്നുള്ളതിന്റെ മഫ്ഊൽ മുഖദ്ദമാണ്. ശാല ഫീൽ ദമീർ ഫായിൽ. ആ ദമീർ മടങ്ങുന്നത് ഷഫീഇലേക്കാണ്. ഈ ജുംല സിഫത്തു ആക്കാം ഷഫീഇന്. ശാല എന്നുള്ളതിൻ്റെ അർത്ഥം റഫഅ എന്നുള്ളതാവുമ്പോൾ ഷിൽ എന്നുള്ളത് ഇർഫഅ, നീ ഉയർത്ത് എന്നാണ് വരിക. അശ്ശരീഅത്ത എന്നുള്ളിടത്ത് ഒരു ബിനാ സങ്കല്പിച്ചിട്ട് ഐ ബിനാ അശ്ശരീഅത്തി, ശരീഅത്താകുന്ന ബിനാഇനെ നീ ഉയർത്ത്. ആ ഉയർത്തേണ്ട രൂപം എങ്ങനെയാണ്? ബി ഇത്യാനിക ജമീഅൽ അവാമിരി വജ്തിനാബിക അന്നവാഹിയ കുല്ലഹ. സകല കൽപ്പനകളെയും നീ കൊണ്ടുവരണം, എല്ലാ വിരോധനകളെയും നിരോധനകളെയും നീ വെടിയുകയും ചെയ്യണം. ഇങ്ങനെ ആണ് ശരീഅത്താവുന്ന ഈ കെട്ടിടത്തെ നീ ഉയർത്തേണ്ടത്. ഇനി ശാല എന്നുള്ളത് ഇർതഫഅ എന്ന മഅനാക്കും ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ അർത്ഥം വരിക ഇർതഫിഅ, നീ ഉയർന്നോ. അലാ സഫീനത്തി ശരീഅത്തി, ശരീഅത്താകുന്ന ആ കപ്പലിൻ്റെ മേൽ നീ ഉയർന്നോ. അപ്പൊ ശരീഅത്ത് എന്നുള്ളത് ഇവിടെ നസ്ഉൽ ഖാഫിദ്, അല എന്ന ജറിന്റെ അർബിനെ കളയപ്പെട്ടിട്ട് നസ്ഉൽ ഖാഫിദ് എന്നുള്ള നിലക്ക് നസ്ബ് ചെയ്യപ്പെട്ടതാണ്. വലാ തഫ്ശൽ എന്നുള്ളതിൻ്റെ അർത്ഥമാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞതാണ്. തജ്ബുനു, തദ്അഫു, തറാഖി, തക്സലു എന്നൊക്കെ ഉള്ള അർത്ഥം. നീ മടിയനാകരുത്, നീ പിന്തരുത്, ശേഷി കുറഞ്ഞവനാകരുത്, പേടിത്തൊണ്ടനാകരുത്. ഉദ്ദേശമാണ് ലാ തക്കുൻ ലഈഫൽ ഖൽബി വലാ അദീമ ശജാഅത്തി വൽ ഹിമ്മത്തി ഇന്ദ അഹ്കാമി ശരീഅത്തി. ശരീഅത്തിന്റെ വിധികളുടെ മുന്നിൽ നീ ഹിമ്മത്തില്ലാത്തവനാകരുത്, ധീരത ഇല്ലാത്തവനാകരുത്, ഹൃദയം ശേഷി കുറഞ്ഞവനാകരുത്. അങ്ങനെ വന്നാൽ ഫതത്തബിഉ റുഖസ, നീ റുഖ്സകളെ പിന്തുടരും, ഇളവുകൾ നോക്കി നടക്കും. പിന്നെന്ത് വേണം? ബലിൻ അഖദ് ലഹാ സഹലതൻ കാനത് ഔ സഅബതൻ. ആ ഹുക്കുമുകളോട് നീ കെട്ടുപെടണം. അത് പ്രയാസമുള്ളതാണെങ്കിലും എളുപ്പമുള്ളതാണെങ്കിലും ശരി, അത് ചെയ്യേണ്ട കാര്യമാണെങ്കിലും ഒഴിവാക്കേണ്ട കാര്യമാണെങ്കിലും. ഇതാണ് അവിടെ. അത് പ്രയാസമാണോ എളുപ്പമാണോ നോക്കാതെ ചെയ്യണം, ഒഴിവാക്കണം. ഇത് ശരീഅത്തു, ശരീഅത്ത്
ശരീഅത്ത് എന്ന് പറഞ്ഞാൽ മാ ശറഅഹു ലി ഇബാദിഹി മിൻ ദീനിൻ, അള്ളാഹു നിയമമാക്കിയ അവൻ്റെ ദീന്, അവൻ്റെ അടിമകൾക്ക് വേണ്ടി നിയമമാക്കിയ ദീന്. കമാ യഹ്തവി അലൈഹി, ആ ദീന് ചുറ്റുന്ന ഒരു കാര്യം, കൽപ്പനകൾ നിരോധനകൾ, ഇതാ ദീന് ഇതിൻ്റെ മേലൊക്കെ ചുറ്റിയാണ് നിലകൊള്ളുന്നത്. അപ്പോൾ ശരീഅത്തിൻ്റെ അർത്ഥം അതാണ്. വലാ തഫ്സൽ എന്നുള്ളത് ഫസല യഫ്സലു എന്നുള്ളതിൽ നിന്ന് പോന്നതാണ് ലാ തഫ്സൽ. അർത്ഥം ഖാബ വ ഖസിറ എന്നൊക്കെയാണ് അർത്ഥം. അപ്പം നീ പരാജയപ്പെടരുത്. ഇതിൻ്റെ ഒരു വൽഹാസിൽ പറയുമ്പോൾ ഇവിടെ ഈ നാദിം, ഈ ഖസീദ പാരായണം ചെയ്യുന്ന ആളെ പ്രേരിപ്പിക്കുകയാണ്. അള്ളാന്റെ ശരീഅത്തിന്റെ കാര്യത്തെ നീ ഉയർത്തുന്നവനാകണം. അത് അതിൻ്റെ കൽപ്പനകളെയും നിരോധനകളെയും പൂർണ്ണമായി നീ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം അതിനെ ഉയർത്തേണ്ടത്. അതിലൊരിക്കലും നീ പരാജിതനാകരുത്, ശേഷി കുറഞ്ഞവനാകരുത്. കാരണം ശരീഅത്ത് എന്നത് അത് വളരെ വ്യക്തമായ അള്ളാഹിൻ്റെ ഒരു നിയമവ്യവസ്ഥിതിയാണ്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടി ഒഴിച്ചിട്ട ദീനാണത്. അതിൻ്റെ രാത്രി പകൽ പോലെ എന്ന് പറഞ്ഞാൽ രാവും പകലൊക്കെ ദീനിൻ്റെ വിഷയത്തിൽ ദീനിൻ്റെ രാവും പകലൊക്കെ ഒരുപോലെയാണ്. അതിനെ തൊട്ട് നാശം അള്ളാഹു തീരുമാനിച്ചവരല്ലാതെ മാറി നിൽക്കുകയില്ല. ഈ ശരീഅത്ത് കൊണ്ട് മുറുകെ പിടിക്കുന്നവൻ അവൻ്റെ ഹൃദയത്തിനെ തൊട്ട് എല്ലാവിധ മോശമായ കാര്യങ്ങളെയും ആ കൽബിൽ നിന്നുള്ള എല്ലാവിധ മോശമായ സ്വഭാവങ്ങളെയും, കിബർ, ഹസദ്, റിയാ പോലെയുള്ള മിനസ്സിഫാത്തിൽ ഖബീഹത്തി, മോശമായ സിഫാത്തുകളെയൊക്കെ ഒഴിവാക്കുന്നുണ്ട് ഈ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഈ ശരീഅത്ത് മുഖേന എല്ലാ വിജയത്തെയും രക്ഷയെയും അത് വലിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. കമാ ബശറ ബിഹിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഖൗലിഹി, അള്ളാഹിൻ്റെ റസൂല് അവിടുത്തെ വാക്കിൽ അപ്രകാരം സന്തോഷ വാർത്ത നമുക്ക് നൽകിയിട്ടുണ്ട്. എന്ത്? തറക്തു ഫീക്കും അംറൈനി, നിങ്ങളിൽ രണ്ടു കാര്യത്തെ ഞാൻ ഒഴിച്ചിട്ടിരിക്കുന്നു. ലൻ തളില്ലു, നിങ്ങൾ പഴക്കുകയില്ല. മാ തമസക്തും ബിഹിമ, അതുകൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ പഴക്കൂല. കിതാബുല്ലാഹി വ സുന്നത്തു റസൂലിഹി, അത് അള്ളാഹിൻ്റെ കിതാബും റസൂലുള്ളാഹിൻ്റെ സുന്നത്തുമാണ്. ഇതാണ് ഇതിൻ്റെ ഒരു വൽഹാസിൽ മാന. അലിഫുൽ അലിഫ് ബി ഷറഹി അല്ലഫൽ അലിഫ്, ഖുറത്തുൽ അലിഫ് ബി ഖസീദത്തി അല്ലഫൽ അലിഫ്, അവാരിഫുൽ മആരിഫ് ഷറഹു ഖസീദത്തി അല്ലഫൽ അലിഫ് തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ വിശദീകരണമാണ് ഈ പറഞ്ഞത്. സും അനിദ്ദുന്യാ വളറത്തിഹാ വലാ തുഫ്തിർ ഇദാ സുംത ഇല്ലാ ഹളറത്തർ റഹ്മാനി ബിൽ വിസാലി സാൽ. സും അനിദ്ദുന്യാ, ദുന്യാവിനെ തൊട്ട് നീ വ്രതം അനുഷ്ഠിച്ചു കൊള്ളുക. വളറത്തിഹാ, ദുന്യാവിൻ്റെ സഹകളത്രത്തിനെ തൊട്ടും ചക്കുളത്തിയെ തൊട്ടും നീ വ്രതമനുഷ്ഠിക്കുക. വലാ തുഫ്തിർ ഇദാ സുംത, ദുനിയാവിനെ തൊട്ടും ആ ദുനിയാവിൻ്റെ സഹകളത്രമായ ആഖിറത്തിനെ തൊട്ടും നീ വ്രതമനുഷ്ഠിച്ചാൽ, അത് രണ്ടിനെയും നീ ത്യജിച്ചാൽ, വലാ തുഫ്തിർ, അങ്ങനെ ത്യജിച്ചാൽ പിന്നെ നീ
ആ നിന്റെ വ്രതത്തെ മുറിക്കരുത്. ഇല്ലാ ഹളറത്ത റഹ്മാനി ബിൽ വിസാലി, ഇല്ലാ ബിൽ വിസാലി ഹളറത്ത റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിൻ്റെ ഹളറത്തിൽ ചേരൽ കൊണ്ടല്ലാതെ, വിസാലാവൽ കൊണ്ടല്ലാതെ നീ മുറിക്കരുത്. അതാവണം നിന്റെ വ്രതത്തെ അവസാനിപ്പിക്കുന്ന ഘടകം. എങ്ങനെയുള്ള വിസാലാണ്? അത് നിന്റെ എല്ലാ വിശേഷങ്ങളെ തൊട്ടും നിന്നെ നശിപ്പിക്കുന്നതാണ്. വിസാലാകുമ്പോൾ ആ വിസാല് നിന്റെ എല്ലാവിധ വിശേഷണങ്ങളും നിന്നിൽ നിന്ന് ഇല്ലാതെയാക്കും. അങ്ങനെയുള്ള വിസാല് കൊണ്ടല്ലാതെ, റഹ്മാനായ ഹളറത്തിലേക്കുള്ള വിസാല് കൊണ്ടല്ലാതെ നിന്റെ ഈ വ്രതത്തെ നീ അവസാനിപ്പിക്കരുത്. സും എന്നുള്ളത് അംറഫീല് ലമീർ ഫായിലാണ് സാമ യസൂമു എന്നുള്ളതിൻ്റെ. അനിദുന്യ ജാറു മജ്റൂർ, വ ലറത്തിഹ വാവ് ആത്തിഫ്, ലറത്തി എന്നുള്ളത് മഅതൂഫ് മുളാഫ് മഅതൂഫുൻ അലൈഹി, അദ്ദുന്യ ഹ മുളാഫുൻ ഇലൈഹി. വലാ തുഫ്തിർ വാവ് ആത്തിഫ്, ലാ നഹിയിൻ്റെ ലാ തുഫ്തിർ ഫീല് മജ്സൂം ലമീർ ഫായില് ജുംല മഅതൂഫുൻ അലൈഹി. സും എന്നുള്ള ആ അംറ ഫീല് ലമീർ ഫായില് ജുംല. ഇദാ സുംത, ഇദാ ഷർത്ത്, സുംത ഫീല് ലമീർ ഫായില് മശ്റൂത്ത്. ഇല്ലാ ഹളറത്തൽ റഹ്മാനി ബിൽ വിസാലി, ഇല്ല എന്നുള്ളത് ശരിക്കും ബിൽ വിസാലിനോടാണ് ബന്ധിച്ചിട്ടുള്ളത്. അതിൻ്റെ ബിൽ വിസാലി എന്നുള്ളത് ജാറും മജ്റൂറും മുസ്തസ്നാ ബിഹിയാണ്. അപ്പോൾ ഇല്ലാ ബിൽ വിസാലി വലാ തുഫ്തിർ ബിശൈഇൻ മിനൽ അശ്യാഇ ഇല്ലാ ബിൽ വിസാലി എന്നർത്ഥം. ഹളറത്ത റഹ്മാനി എന്നുള്ളത് ഹളറത്ത നസ്ഉൽ ഖാഫിദ് അർ-റഹ്മാനി മുളാഫിനിൽ, ഇല്ലാ ബിൽ വിസാലി ഫീ ഹളറത്തി റഹ്മാനി എന്നർത്ഥം. സ്വാല ഫീല് ദമീർ ഫായില് ജുംല സിഫത്ത് മൗസൂഫ് ബിൽ വിസാലി. സുൻ അനിദ്ദുന്യ എന്ന് പറഞ്ഞാൽ, സാമ എന്ന് പറഞ്ഞാൽ വ്രതമനുഷ്ഠിച്ചു, ഇംസാക്ക് ചെയ്തു, നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് ഇംസാക്ക് ചെയ്തു, വിട്ടുനിന്നു, പിടിച്ചു നിന്നു എന്നാണ്. ഇവിടെ സും അനിദ്ദുന്യ എന്ന് പറഞ്ഞാൽ അംസിക്ക് അൻ തതഅല്ലക ബിഹാ, ദുന്യാവിനോട് നീ ബന്ധിക്കുന്നതിനെ തൊട്ട് നീ ഇംസാക്ക് ചെയ്തോ, വിട്ടുനിന്നോ. ബിഅല്ലാ തൽതഫിത ഇലൈഹ ലാ ബിളാഹിരിക വലാ ബിബാത്തിനിക, ആ ദുന്യാവിലേക്ക് നിന്റെ ബാഹ്യം കൊണ്ടും ഉള്ളുകൊണ്ടും പുറം കൊണ്ടൊന്നും നീ തിരിയരുത്. അപ്പോൾ ഒരു നിലക്കും ദുന്യാവിനോട് നിന്റെ കൽബ് ബന്ധിക്കരുത്. സുഹദ് വേണം എന്നർത്ഥം. വളറത്തിഹ, ദുന്യാവിനോട് ദുന്യാവിൻ്റെ ആഗ്രഹങ്ങളെ ത്യജിക്കുക. അതാണ് ഈ ദുന്യാവിൻ്റെ സുഹദ് എന്ന് പറയുന്നത്. അവൻ്റെ ആഗ്രഹങ്ങളെ അവൻ ചുരുക്കുക, അവൻ ഇല്ലാതെയാക്കുക. സമ്പത്തില്ലാതെ വരിക എന്ന അർത്ഥത്തിലല്ല, സമ്പത്തുള്ളവൻ തന്നെ സമ്പത്തിനോട് കൽബുമായി ബന്ധമില്ലാതെ വരണം എന്നർത്ഥം. ലറത്തിഹ, ദുന്യാവിൻ്റെ സഹകളത്രത്തിനെ തൊട്ടും. ലറത്ത് എന്ന് പറഞ്ഞാൽ സഹകളത്രം എന്നാണ് അർത്ഥം. അതായത് ഒരു സ്ത്രീയുടെ ഭർത്താവ് വീണ്ടും വിവാഹം കഴിച്ച ആ ഭാര്യയ്ക്ക് പറയുന്ന പേരാണ്. ലറത്തുൽ മർഅത്തി ഇംറഅത്തു സൗജിഹ, ഒരു പെണ്ണിൻ്റെ ലറത്ത് എന്ന് പറഞ്ഞാൽ അവളുടെ ഭർത്താവിൻ്റെ ഭാര്യയാണ്.
അങ്ങനെ പേര് പറയാൻ കാരണം ലറത്ത് എന്ന് പറഞ്ഞാൽ ഇടങ്ങേറ് പ്രയാസം എന്നൊക്കെയാണല്ലോ. ലിമാ ബൈനഹുമാമിൻ ലററിൽ മുആശറത്തി, ഈ രണ്ട് പെണ്ണുങ്ങൾക്കിടയിൽ ഒരു നല്ല കൂടിക്കഴിയൽ പ്രയാസമായിട്ട് വരും, ഇടങ്ങേറായിട്ട് വരും. ഫലാ തക്കാദാനി അൻ തജ്തമിഅ അലാ അംരിൻ വാഹിദിൻ, അവർ രണ്ടുപേരും ഒരു കാര്യത്തിൻ്റെ മേൽ ഏകീകരിക്കൽ പ്രയാസമാണ്. അപ്പോൾ അങ്ങനെ ഒരു പോരടിച്ചുകൊണ്ടായിരിക്കും സാധാരണഗതിയിൽ ഉണ്ടാവുക. എന്നതുപോലെ ദുന്യാവും ആഖിറവും തമ്മിൽ പരസ്പരം ലർവത്താനിയാണ്. കാരണം ഈ ആഖിറത്തെ തേടുന്ന ആൾക്ക് ദുന്യാവ് ഉണ്ടാവില്ല, ദുന്യാവ് തേടുന്ന ആൾക്ക് ആഖിറും ഉണ്ടാവില്ല. അത് രണ്ടും തമ്മിൽ ഒരാൾക്ക് ഒരുമിച്ച് കൂട്ടൽ പ്രയാസമാണ് എന്ന അർത്ഥത്തിലാണ് ആ പറയുന്നത്. അപ്പം ദുന്യാവിൻ്റെ ലർവത്താകുന്ന ആഖിറത്തിനെ തൊട്ടും നീ സുഹുദ് ചെയ്യണം. ഇത് സാഹിദീങ്ങളുടെ ഉന്നതമായ ഒരു മക്കാമിലേക്കാണ് ഇവിടെ നാദിമ് ഇഷാറത്ത് ചെയ്യുന്നത്. കാരണം അള്ളാഹുവിലേക്ക് വല്ലാതെ അടുത്ത വലിയ ദറജയിലെത്തിയ ഒരാൾ ആഖിറത്തിലെ അനുഗ്രഹങ്ങളെയും ആഗ്രഹിക്കുകയില്ല അവൻ്റെ കർമ്മങ്ങളെ കൊണ്ട് എന്നാണ്. അവൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ ആ ലിഖാ, അവനിലേക്കുള്ള വിസാല് മാത്രമാണ്. അപ്പോൾ ഇത് ഒരു വലിയ ദറജയിൽ ഉള്ള കാര്യമാണ് ഈ പറയുന്നത്. അള്ളാഹിനെ തൊട്ട് നിന്നെ ജോലിയാക്കുന്ന സകല കാര്യങ്ങളും ഒഴിവാക്കുക. വൽമുറാദു ബിസ്സുഹ്ദി ഫിൽ ആഖിറത്തി അല്ലാ തൽതഫിത ബിഖൽബിക ഇലൈഹാ വ ഇലാ മാ ഫിഹാ മിനൻ നിഅമാതി. ആഖിറത്തിൽ ഉള്ള സുഹുദ്, അതുകൊണ്ടുള്ള വിവക്ഷ, നിന്റെ ഹൃദയം കൊണ്ട് ആഖിറത്തിലേക്ക് നീ തിരിയരുത്, ആ ആഖിറത്തിലുള്ള അനുഗ്രഹങ്ങളിലേക്കും തിരിയരുത്. ബൽ തഖ്സുദുൽ വസൂല ഇലല്ലാഹി ഫഖത്ത്, അള്ളാഹുവിലേക്കുള്ള വിസാലിനെ മാത്രമേ നീ ഉദ്ദേശിക്കാവൂ. വഹാദാ ഹുവ ഇഖ്ലാസുൽ ആരിഫീന ഫിൽ അമൽ. ആരിഫീങ്ങൾ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ, ആരിഫീങ്ങളുടെ ഭാഷയിലുള്ള ഇഖ്ലാസ്, അവരുടെ അമലിലുള്ള ഇഖ്ലാസ് എന്ന് പറയുന്നത് ഇതാണ്. സാധാരണക്കാരായ ആളുകളുടെ ഇഖ്ലാസ് അതിൽ നഫ്സിനിക്ക് ഒരു പങ്കുമില്ല. അവൻ ചെയ്യുന്ന അമലിൽ അള്ളാഹ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, റിയാ ഇല്ലാതെ. പിന്നെ മറ്റൊരു നില എന്ന് പറഞ്ഞാൽ ആഖിറത്തിൻ്റെ ഗുണങ്ങൾ കിട്ടണം എന്ന നിലക്കുള്ള അമലുകൾ, അതും ഒരു നിലക്ക് ഉള്ള ഒരു ഇഖ്ലാസാണ്. പക്ഷെ ഇതല്ല, ഇത് അതിൻ്റെയും വലിയ ദറജ. ആഖിറത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളെ തൊട്ടും അവൻ മനസ്സുകൊണ്ട് ഒഴിവായിട്ടുണ്ട്. അവൻക്ക് അള്ളാഹുവിലേക്ക് വിസാലാവുക, ചേരുക എന്ന ഒറ്റ ഉദ്ദേശം. വലാ തുഫ്തിർ ഇദാ സുംത, അങ്ങനെ ഈ വിധത്തിൽ ദുന്യാവിനെ തൊട്ടും ആഖിറത്തിനെ തൊട്ടും നീ വ്രതമനുഷ്ഠിച്ചാൽ, രണ്ടിലേക്കുമുള്ള നിന്റെ ചിന്ത, ആ സുഹുദ് നീ കൈവരിച്ചാൽ, പിന്നെ നീ അനുഷ്ഠിക്കുന്ന ഈ ഒരു വ്രതത്തെ നീ മുറിക്കരുത്. ഇല്ലാ ബിൽ വിസാലി ഹളറത്ത റഹ്മാൻ, റഹ്മാനായ റബ്ബിലേക്കുള്ള ആ ഹളറത്തിലുള്ള ആ വിസാല് കൊണ്ടല്ലാതെ. പിന്നെ വിസാലാണ് നിന്റെ ഈ വ്രതത്തെ മുറിക്കുന്ന ഘടകം എന്നർത്ഥം. ഐ ഇദാ കുന്ത സായിമൻ അനിദ്ദുന്യാ വൽ ആഖിറ, നീ ദുന്യാവിനെ തൊട്ടും ആഖിറത്തിനെ തൊട്ടും നോമ്പുകാരനായാൽ, സായിമായാൽ, ഫലാ തുഫ്തിർ ബിശൈഇൻ മിനൽ അശ്യാഇ, നീ ഒരു കാര്യങ്ങളെ കൊണ്ടും നീ ആ വ്രതം മുറിക്കരുത്. ഇല്ലാ ബിൽ വിസാലി ഹളറത്ത റഹ്മാൻ, റഹ്മാനായ റബ്ബിൻ്റെ ആ പരിശുദ്ധമായ ഹളറത്തിലേക്ക് വിസാലാവൽ കൊണ്ടല്ലാതെ. വഉലിമ മിനൽ ബൈത്തി അന്നൽ വിസാല, ഈ ബൈത്തിൽ നിന്ന് അറിയപ്പെട്ടു, അന്നൽ വിസാല, വിസാല് എന്ന് പറയുന്ന കാര്യം, ഹുവല്ലദി യുഫ്തിറു അലൈഹി മൻ സാമ അനിദ്ദുന്യാ വൽ ആഖിറ മിനൽ ഔലിയായി,
ദുന്യാവിനെ തൊട്ടും ആഖിറത്തിനെ തൊട്ടും വ്രതമനുഷ്ഠിച്ച അള്ളാഹിൻ്റെ ഔലിയാക്കൾ നോമ്പ് അവരുടെ ആ വ്രതത്തെ മുറിക്കുന്ന ഘടകം അത് വിസാല് മാത്രമാണ്. ഫക്കാന, അപ്പോൾ ഈ വിസാല് എന്നുള്ള കാര്യം ഫി ഹഖിഹിം അതായിരിക്കുന്നു അവരുടെ ഹഖിൽ, അവരുടെ ജാനിബിൽ, ഫി മസാബത്തിൽ ഫുത്തൂരില്ലതി യുഫ്തിറു അലൈഹി സായിമൂന അനിൽ മുഫത്തിറാത്ത് ഇൻദൽ ഉറൂബ്. നോമ്പ് സാധാരണ ഒരു നോമ്പനുഷ്ഠിക്കുന്നവർ ഉറൂബിൻ്റെ സമയത്ത്, അസ്തമാന സമയത്ത് നോമ്പ് മുറിക്കാൻ അവർ സ്വീകരിക്കുന്ന ആ പാനീയങ്ങൾ, അതല്ലെങ്കിൽ എന്താണോ നോമ്പ് മുറിക്കാൻ ഉപയോഗിക്കുന്നത്, അതിൻ്റെ സ്ഥാനത്താണ് ഈ ഔലിയാഇൻ്റെ ആ ഭാഗത്തിലേക്ക് നോക്കുമ്പോൾ അവർ ഇപ്പോൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ദുന്യാവിനെ തൊട്ടും ആഖിറത്തിനെ തൊട്ടുമുള്ള നോമ്പിനെ മുറിക്കുന്നത്. അത് വിസാലാണ്. ഫസ്തുഫീദ മിൻഹു, ഇതിൽ നിന്ന് മനസ്സിലാക്കപ്പെട്ടു, അന്ന സൗമുഹും അൻ ദാരിക ഇന്തഹ, ഈ ദുന്യാവിനെ തൊട്ടും ആഖിറത്തിനെ തൊട്ടുമുള്ള ഈ ഔലിയാഇൻ്റെ നോമ്പ് ഇന്തഹ അത് അവസാനിച്ചു, ബിന്തിഹാഇ മില ഹാദൽ മഖാമിൽ അളീമി, ഈ ഉന്നതമായ സ്ഥാനത്തിലേക്ക് അവർ ചേരൽ കൊണ്ട്, അറ്റമാകൽ കൊണ്ട്, വിസാല് എന്ന ആ സ്ഥാനത്തിലേക്ക്. വിസാല് എന്ന് പറഞ്ഞാൽ നദറുല്ലാഹി ഇലാ ഖൽബിൽ അബ്ദി ബിനൂരിൻ മിൻ അൻവാരിഹി എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രകാശങ്ങളിൽ നിന്നുള്ള ഒരു വലിയ പ്രകാശം കൊണ്ട് അവൻ്റെ അടിമയുടെ ഖൽബിലേക്ക് നോക്കുക. ആ നോട്ടം നോക്കുമ്പോൾ വഹുവൽ ഖുർബുൽ മാനവിയ്യു മിന്നു, ഇതാണ് അള്ളാഹിനോടുള്ള ആ മാനവിയായ അടുപ്പം എന്ന് പറയുന്നത്. ആ ഒരു അടുപ്പത്തിലേക്ക് ഒരു അടിമ ചേരലാണ് ദുന്യാവിൻ്റെയും ആഖിറത്തിൻ്റെയും, അത് രണ്ടിനെയും തൊട്ട് അവൻ അനുഷ്ഠിക്കുന്ന വ്രതത്തെ മുറിക്കുന്ന ഘടകം അതാണ്. അപ്പോഴാണ് അവൻ്റെ നോമ്പ് മുറിയുന്നത്. അലിഫുൽ അലീഫ് ബിശറഹി അല്ലഫൽ അലിഫ്, ഖുറത്തുൽ അലിഫ് ബി ഖസീദത്തി അല്ലഫൽ അലിഫ്, അവാരിഫുൽ മആരിഫ് ഷറഹു ഖസീദത്തി അല്ലഫൽ അലിഫ് തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ വിശദീകരണമാണ് ഈ പറഞ്ഞത്.